നമസ്കാരം. എന്തുകൊണ്ട് തോറ്റു എണ്ണി എണ്ണി തുറന്ന് പറയുകയാണ് CPM. LDF അല്ലാതെ മറ്റാര് എന്ന മുദ്രാവാക്യം തന്നെ ശരിയായില്ല എന്ന് പറയുന്നു പി രാജീവ്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ നിലപാടുകളെ ശക്തമായി എതിർക്കാത്തത് തിരിച്ചടി ഉണ്ടാക്കി. ഇനി അത് അൺഡു ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു പാഠമായി മുന്നിലുണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാർ അഴിമതി ചെയ്യില്ല എന്ന ശൈലിക്ക് തന്നെ ഇളക്കം തട്ടിയെന്ന് തോമസ് ഐസക് തുറന്ന് സമ്മതിച്ചു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലെ തെറ്റാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിഷയം. വിവാദം മുന്നിൽ കണ്ട് ഔചിത്യം കാണിക്കണമായിരുന്നുവെന്നും താനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ താനാണ് മുൻകൈ എടുക്കേണ്ടതെന്നും പറയുമ്പോൾ MV ഗോവിന്ദന്റെ എല്ലാ പ്രതിരോധവും നഷ്ടമാവുകയാണ്. തിരുത്താനാണോ തുറന്നു പറച്ചിൽ? ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ ശ്രീ NV ബാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ ശ്രീ TK വിനോദ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ഡോക്ടർ പ്രേംകുമാർ, തെറ്റുകൾ ഓരോന്നോരോന്നായി അഡ്മിറ്റ് ചെയ്യുകയാണ്. മുദ്രാവാക്യം മുതൽ രാഷ്ട്രീയ സമീപനം വരെ പിഴച്ചു എന്ന് CPM തുറന്നു പറയുന്നത് നേതാക്കളുടെ വാക്കുകളായി നമ്മൾ ആദ്യം കേൾക്കുകയാണെങ്കിലും റിവ്യൂ റിപ്പോർട്ട് പൊതുമണ്ഡലത്തിലുള്ള ഒരു കാര്യമാണ്. പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. പക്ഷേ തെറ്റ് സമ്മതിച്ചു എന്ന് പറയലല്ലാതെ ആ തെറ്റിന്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടെത്തുകയോ ഈ തെറ്റിന് ഉത്തരവാദപ്പെട്ട ആളുകളെ അക്കൗണ്ടബിൾ ആക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ സമ്മതം കൊണ്ട് കാര്യം ഉണ്ടാവുന്നുണ്ടോ? അതായത് പി രാജീവ് ആ ചർച്ചയിൽ ഏറ്റവും പ്രസക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോഴും ആ പഴയ കമ്മ്യൂൺ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അദ്ദേഹം രസകരമായ ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. പാർട്ടി ആൾക്കാരുടെ 2000 ആൾക്കാരുടെ ഒരു യോഗം നടത്തും, എല്ലാവരും ആവേശത്തോടെ പങ്കെടുക്കും. പക്ഷേ ഈ യോഗത്തിൽ വരാത്ത 10,000-കണക്കിന് ആളുകൾ പുറത്ത് വാട്സപ്പ് മെസ്സേജുകൾ നോക്കിയിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ചേർന്ന് കൂടിയ പാർട്ടി യോഗത്തിൽ, പൊതുയോഗത്തിൽ എല്ലാ കാര്യങ്ങളും ഭദ്രമാണെന്ന് വിചാരിച്ച് തിരിച്ചു പോകുമായിരുന്നു. ഇങ്ങനെയുള്ള വലിയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ പി രാജീവ് പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ അത് കേൾക്കുമ്പോൾ എന്താ പറയുക, നമ്മളിത് 4-5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ, ആയിരുന്നല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു പി രാജീവിനോട് അടക്കം. അതായത് കാലം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, വല്ലാണ്ട് മാറിയിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് വാർത്ത വായിച്ച പോലെയല്ല മാതൃഭൂമിയിൽ അഭിലാഷ് ഇപ്പോൾ വാർത്ത വായിക്കുന്നത്. അല്ലെ അന്ന് നിങ്ങൾ മീഡിയ വണ്ണിലോ റിപ്പോർട്ടറിലോ വർക്ക് ചെയ്തിരുന്ന പോലെ അല്ല, അത്രയും മാറുന്നുണ്ട്. ഒരു കൊല്ലം കൊണ്ടൊക്കെ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും ആളുകളുടെ എന്താ പറയുക രാഷ്ട്രീയ ബോധത്തിൻ്റെ അകത്തും പരസ്പരം കാര്യങ്ങൾ പറയുന്നതിൻ്റെ അകത്തും ട്രാൻസ്പെറൻസിയിലൊക്കെ ഭയങ്കര മാറ്റം വരുന്നുണ്ട്. പക്ഷേ ആ മാറ്റത്തിനനുസരിച്ച് മാറാതിരിക്കുമ്പോൾ നിങ്ങൾ നല്ല പെർഫോമൻസ് ആയിരുന്നത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതിൻ്റെ പെർസെപ്ഷനും, ഞാൻ അന്നൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് മാത്രം കാര്യമില്ല, അതിൻ്റെ പെർസെപ്ഷനും പ്രോപ്പർ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് ഈ തുറന്നു പറച്ചിലുകൾ സഖാവ് തോമസ് ഐസക് ആയിരുന്നാലും പി രാജീവ് ആയിരുന്നാലും ഇങ്ങനെയൊക്കെ പറ്റി എന്ന് പറയുന്നു എന്നല്ലാതെ എനിക്കിതെങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതേ. കാരണം ഏതൊക്കെ തരത്തിൽ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എറേഴ്സ് ഉണ്ടായിട്ടുള്ളത്, അവരുടെ ആലോചനകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ മാറ്റങ്ങളുടെ സൂചനകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പറയുന്നു എന്നല്ലാതെ മാറ്റങ്ങളുടെ സൂചനകളൊന്നും കണ്ടിട്ടില്ല. സ്ട്രാറ്റജിക്കലി ഭയങ്കര ഫെയിലിയർ ആയിരുന്നു എന്ന് പറയുന്നു. ഇനി അത് അൺഡു ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറണം, ആളുകളുടെ മെത്തേഡ്സ് മാറണം, അല്ലെങ്കിൽ ആളുകൾ മാറണം. ഇത് രണ്ടും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഈ തുറന്നു പറച്ചിൽ പോലും പി രാജീവൻ അവിടെ പറഞ്ഞ പോലുള്ള വലിയൊരു കമ്മ്യൂണിന്റെ അകത്ത് വെച്ചിട്ടാണ്. അതായത് EMS സെമിനാർ ഇവിടെ അരീക്കോട് വെച്ച് നടക്കുന്ന, എല്ലാ വർഷവും മലപ്പുറത്ത് നടക്കുന്ന, അതിൽ കേൾക്കാൻ വരുന്ന ആളുകളും പങ്കെടുക്കാൻ വരുന്ന ആളുകളും മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന CPM-നോടൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അവിടുന്ന് തന്നെയാണ് ഇത് പറയുക. ഇതേ കാര്യം ഞാൻ ഇപ്പൊ ചർച്ചയിൽ പറയുന്ന കാര്യം തന്നെ ഞാൻ പങ്കെടുക്കുന്ന ഈ മാധ്യമ സെമിനാറുകൾ അടുത്ത ഞായറാഴ്ചയുണ്ട്. അതിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, മാധ്യമങ്ങൾ വലതുപക്ഷത്തേക്ക് കൊണ്ടുപോകുന്നു, മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ 3-4 ആളുകൾ ഇങ്ങനെ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പാർട്ടി എന്നുള്ള രീതിയിൽ LDF എന്നുള്ള രീതിയിൽ എന്ത് ഇനീഷ്യേറ്റീവാണ് നിങ്ങൾ ചെയ്യുന്നത്? അതായത് 10 കൊല്ലക്കാലം പിണറായി വിജയൻ സർക്കാർ നടത്തിയ സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളുടെ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല വലതുപക്ഷ മാധ്യമങ്ങൾ. അതൊരു സത്യമാണ്. പക്ഷെ നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്ന് റീലാക്കിയിട്ടോ ഫോട്ടോ ആക്കിയിട്ടോ റൈറ്റപ്പ് ആക്കിയിട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ചെയ്യില്ല. നമ്മളിങ്ങനെ ഇരുന്നിട്ട് പി രാജീവ് തന്നെ പറയുന്നത് പോലെ ഒരു കമ്മ്യൂണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുക. അതിന്റെ തിയറിറ്റിക്കൽ അസംഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു സൂചനയും ഉണ്ടായിട്ടില്ല.
ഈ പറഞ്ഞ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള ക്യാമ്പയിൻസിന്റെ ബുദ്ധി ആരായിരുന്നുവോ അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും തിരുത്തലിന്റെ ബുദ്ധിയും എന്താ പറയുക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ല. കാരണം ചുരുങ്ങിയ മട്ടിലുള്ള തിരുത്തലുകളിൽ തുടങ്ങിയതിന് ശേഷം ഇത് പറഞ്ഞാലാണ് ആൾക്കാർക്ക് QR കോഡിലൂടെ ഒക്കെ പറയാൻ എളുപ്പമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശരി, തീർച്ചയായിട്ടും. ഇപ്പോൾ എന്തായാലും എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ ആകെ പിണറായി വിജയൻ കണ്ണട വെക്കുന്നത് മാറ്റിയിട്ടുണ്ട്. അതിനി കണ്ണട വെക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ശ്രീ NV ബാലകൃഷ്ണൻ, ഈ റീലിട്ടത് കുറഞ്ഞുപോയി, അതല്ലെങ്കിൽ UDF കുറച്ചുകൂടി നല്ലതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നല്ലല്ലോ പ്രശ്നം. അതിനപ്പുറത്ത് രാഷ്ട്രീയമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് P രാജീവിനെ പോലുള്ള നേതാക്കൾ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനെ അൺഡു ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് വരുന്ന കാലത്തേക്കുള്ളൊരു പാഠമായിരിക്കുമെന്ന് P രാജീവ് പറയുന്നു. അഴിമതിയെക്കുറിച്ച് തോമസ് ഐസക് പറയുന്നു. നെപ്പോട്ടിസത്തെക്കുറിച്ച് MA ബേബി പറയുന്നു. തിരിച്ചറിവുണ്ട്, അത് തുറന്നു പറയുന്നുണ്ട്. മുമ്പും ഈ സ്വയം വിമർശനമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് പക്ഷേ ഉറക്കെ സ്വയം വിമർശനം നടത്തുകയാണ്. ഈ ഉറക്കെ സ്വയം വിമർശനം നടത്തുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകുമോ എന്ന് തോന്നുന്നു? അഭിലാഷ് മോഹൻ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഡോക്ടർ പ്രേമകുമാറിൻ്റെ കൂടെ പല ചർച്ചയ്ക്ക് ഇരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. വളരെ ശരിയായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് അടിസ്ഥാനപരമായ ഒരു വിയോജിപ്പുള്ളത്, അദ്ദേഹം ഈ പ്രശ്നങ്ങളെയൊക്കെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സബ്ജക്റ്റീവ് ആംഗിളിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ സബ്ജക്റ്റീവായി കാര്യങ്ങളെ കാണുന്നവരല്ല. അവരതിനെ ഒബ്ജക്റ്റീവായി കാണും. ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ് ഒരു കാര്യത്തെ നിശ്ചയിക്കുക. അതുകൊണ്ടാണ് നേരത്തെ അഭിലാഷ് മോഹനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് സ്വയം വിമർശനം നടത്താം, അത് പറഞ്ഞുകൊണ്ടിരിക്കാം, കടലാസിലാക്കാം, രേഖകളിലാക്കാം. പക്ഷേ ഒബ്ജക്റ്റീവ് മേഖലയിൽ അത് ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശേഷിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് അനുഭവം. അത് ഡോക്ടർ പ്രേമകുമാർ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് വസ്തുത. CPM-നകത്തുള്ളൊരു അനുഭവം വെച്ച് ഞാൻ പറയാം, ഒട്ടനവധി തെറ്റുതിരുത്തൽ രേഖകൾ പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവതരിപ്പിച്ച തെറ്റുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തിരുത്തിയതായിട്ട് എനിക്ക് അനുഭവമില്ല. തിരുത്തിയുടെ അനുഭവമില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും തിരുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തിരുത്തപ്പെടാത്തതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ തിരുത്താൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇവരാരും ഇരിക്കുന്നത് എന്നതാണ് പ്രശ്നം. പാർട്ടിയുടെ പൊതുവായ സ്ഥിതി അതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒരു 2 മിനിറ്റ് എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് വിപ്ലവങ്ങളിലൂടെ അധികാരം പിടിച്ചെടുത്തിട്ട് അവിടെ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ സ്ഥാപിക്കുക എന്ന് പറയുന്ന വളരെ കാൽപ്പനികമെന്ന് ഒരു പക്ഷേ ഇന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചില സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാവുന്നത്. വലിയ തോതിലുള്ള മർദ്ദനങ്ങളെയൊക്കെ അത് അതിജീവിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളെ അത് അതിജീവിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനാ രൂപം ഉണ്ടായത് ബൂർഷ്വാസിയോട് ചെറുത്ത് നിന്ന് ഒരു കേന്ദ്രീകൃത സൈനിക സന്നാഹം എന്ന നിലയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെനിൻ ഈ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ നമ്മൾ ഇന്നത്തെ ലോകത്ത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോകത്ത് ഒരിടത്തും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ കേന്ദ്രീകൃത ജനാധിപത്യത്തിനകത്ത് ജനാധിപത്യപരമായി പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ലോകത്തിലെ മിക്കവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വയം വിമർശനപരമായി ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് ഏകാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ജനാധിപത്യപരമായ സംവിധാനങ്ങളില്ല എന്നൊക്കെ. അതുമാത്രമല്ല, സ്ലോവാക്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന മിലോവൻ ജിലാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാർക്സ് മീൻസ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്ങനെയാണ് ഈ സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നത് എന്നൊക്കെ ഈ വർഗ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ അതിജീവിച്ച് പോകുന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മിലോവൻ ജിലാസ് അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതൃസ്ഥാനത്ത് എത്തുന്ന ആളുകൾ ഒരു പുതിയ വർഗമായി തിരികെയാണ്. അവർ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വർഗം. നേരത്തെ ഉൽപാദന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗങ്ങളെ മനസ്സിലാക്കിയതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അധികാരവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുന്നു. അതോടുകൂടി ഈ പറയുന്ന ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ അത് അകന്നു പോകുന്നു എന്നാണ്. നമ്മൾ
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് രൂപപ്പെട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ മാർക്സിസം ലെനിനിസം പഠിച്ചിട്ട് ആളുകൾ ഈ പാർട്ടിയുടെ കൂടെ വന്നതൊന്നും അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രേറ്റ് ഡിപ്രഷന്റെ, ലോകത്തിലാകെ വന്നിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായി വലിയ തോതിൽ പട്ടിണിയും ക്ഷാമവും ഒക്കെ ഉണ്ടാവുക, മഹാമാരികൾ ഉണ്ടാവുക. ആ സമയത്ത് ജനങ്ങളെ ശുശ്രൂഷിക്കാനും അവർക്ക് അരി എത്തിച്ചു കൊടുക്കാനും വടക്കേ മലബാറിലെ നെല്ലെടുപ്പ് സമരങ്ങളായിരിക്കും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള, കേരളത്തിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ സമരങ്ങൾ. ആ വടക്കേ മലബാറിലെ നെല്ലെടുപ്പ് സമരങ്ങളിൽ ജന്മിമാരുടെ പത്തായപ്പുരകൾ കുത്തി തുറന്ന് അവിടുന്ന് ധാന്യം ശേഖരിച്ച് പട്ടിണി കിടക്കുന്ന മനുഷ്യന് എത്തിച്ചു കൊടുത്തിട്ട് വസൂരി ബാധിച്ചും അതുപോലെ കോളറ ബാധിച്ചും ഒക്കെ കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കാൻ ചെന്നിട്ട് അങ്ങനെ മനുഷ്യനോട് ചേർന്ന് നിന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നു വന്നത്. ആ പാർട്ടിയെ നമ്മളിന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് ഈ പറയുന്ന സാധാരണ മനുഷ്യരോടാണോ ചേർന്ന് നിൽക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലായിട്ട് ഈ പാർട്ടിക്കകത്ത് അംഗമായി ചേരുന്നവർ തൊഴിലാളി വർഗത്തിൽ നിന്നോ കൃഷിക്കാരിൽ നിന്നോ വന്നവരാണോ? ഈ പാർട്ടിയുടെ ഒരു വർഗ്ഗഘടന നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഡോക്ടർ ജലീലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. എനിക്ക് വളരെ കൗതുകം തോന്നി. ഒരു ചെറിയൊരു എന്താണ് പറയുക, അശ്ലീലമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഞാൻ പാർട്ടി സഹയാത്രികനാണ്, ഇപ്പം ഞാൻ പാർട്ടി അംഗമാണ്, ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയും പാർട്ടി അംഗമായി എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോട് പറയണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ഈ മെമ്പർഷിപ്പ് സ്വീകരിച്ചതിൻ്റെ മഹാത്മ്യമൊക്കെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്താണെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ എന്ന് പറഞ്ഞിട്ട് അത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നേയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ ഏതെങ്കിലും ദൈവവിധി കൊണ്ടൊന്നും ഉണ്ടായത് ആണ് എന്നല്ല. അതിന് പകരം വർഗ ആധിപത്യത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ആ വർഗാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു ഭൗതിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കണ്ടിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭൗതിക ദർശനം ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഒരാൾ മാർക്സിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാവുക. ഇന്ന് നിങ്ങൾ കേരളത്തിൽ നോക്കിയാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരിൽ എത്ര ശതമാനം ഉണ്ടാവും ഈ പറയുന്ന രൂപത്തിൽ മാർക്സിസത്തിന്റെ ഒരു തത്വശാസ്ത്രപരമായതോ അല്ലെങ്കിൽ അതിന്റെ സംഘടനാപരമായതോ ആയ കാര്യങ്ങൾ വെച്ചിട്ട് പ്രവർത്തിക്കുന്നവർ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, CPM-നകത്ത് ഒരാൾ അംഗമാകുമ്പോൾ അയാൾ ഏതെങ്കിലും ഒരു വർഗ്ഗരംഗത്ത് അല്ലെങ്കിൽ ബഹുജന രംഗത്ത് ചുമതല ഏറ്റെടുത്തിട്ട് ആ വർഗ്ഗവിഭാഗത്തിനിടയിൽ, ആ ജനവിഭാഗത്തിനിടയിൽ നിരന്തരമായി പ്രവർത്തിച്ചിട്ടാണ് അവരെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി പാർട്ടിയുടെ പണിയെടുക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പരിശോധിച്ചാൽ എത്ര വർഗ്ഗ ബഹുജന സംഘടനകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്? കടലാസിൽ രേഖയിലൊക്കെ കാണാം എന്നല്ലാതെ ഇല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് സൈബർ പോരാളികളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അതാണ് ഏറ്റവും അത് വേണ്ടാത്ത മേഖലയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അങ്ങനെയാണ്. അപ്പൊ ഈ നിലയിൽ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളിൽ പാർട്ടിയുടെ അടിമുടി മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ജില്ലയിൽ, എൻ്റെയും പ്രേംകുമാറിൻ്റെയും ജില്ലയിലാണ് ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ഒരു കോറി ഉടമയോട് 2 കോടി രൂപ കൈക്കൂലി ചോദിക്കുന്നത്. 2 കോടി രൂപ ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി. നിങ്ങൾ ഓർക്കണം, പാർട്ടിയുടെ ഏറ്റവും താഴെ തരത്തിലുള്ള ഒരു പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ് 2 കോടി രൂപയ്ക്ക് കോഴയായി കിട്ടണം, എന്നാലേ കോറി നടത്താൻ സമ്മതിക്കൂ എന്ന് പറയുന്നത്. അത് സംഭവിക്കുകയാണ്. നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അയാൾ നിരന്തരമായി കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിന്റെ മദ്യനയം മാറ്റുന്നതിന് ഓരോ ബാറുടമയും 25 ലക്ഷം രൂപ എടുത്തിട്ട് പാർട്ടി നേതൃത്വത്തിന് കൊടുക്കണമെന്ന് ബാറുടമയുടെ നേതാവ് പറയുന്നതിന്റെ വീഡിയോ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അത് നിഷേധിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ആളുകൾ അത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ബ്രാഞ്ച് സെക്രട്ടറി അത് കേൾക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അതുപോലെ തന്നെ തുടങ്ങി നമുക്ക് എത്രയും കേരളത്തിലെ കോറികളിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് 25 ലക്ഷം ഉറുപ്പിക വെച്ച് പിരിക്കണമെന്ന് തീരുമാനിച്ചുമായി ബന്ധപ്പെട്ട് കോറി ഉടമകളൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ആ നേതാവുമായി ബന്ധപ്പെട്ട് അവരുടെ മകളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ CMR-ൽ നിന്ന് ഈ പറയുന്ന നേതാവ് ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ള, നിങ്ങൾ ഓർക്കണം, ദ മേജർ പോർഷൻ വാസ് ഗിവൺ ടു PV എന്നാണ് രേഖയിൽ പറയുന്നത്. അത് കൊടുത്ത കാശിന്റെ 10,250 കോടി രൂപ കൊടുത്തതിന്റെ സിംഹഭാഗം കൊടുത്തത് ദ മേജർ പോർഷൻ വാസ് ഗിവൺ ടു PV എന്ന് പറഞ്ഞ പിണറായി വിജയൻ. ഇത് ഈ ബ്രാഞ്ച് സെക്രട്ടറി കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ട്? ഇനി ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇപ്പൊ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്നയാളാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സാധാരണ മെമ്പർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കാൻ CPM-ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട്, അങ്ങനെ തുടങ്ങി നിരവധി ഞാൻ പറഞ്ഞു പോയ വലിയ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ള അത്തരം ക്രെഡൻഷ്യലുള്ള ഒരു മനുഷ്യനെ VS അച്യുതാനന്ദനെ പോലെ ഒരാൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി ലോക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അയാളെ റിലീസ് ചെയ്ത് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാരാണ്? നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര മഹത്തായ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ. ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കാണുന്നത്? എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും തെറ്റിപ്പോൾ ഞാൻ പറയാം, പാർട്ടി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ചു.
അതിപ്പോ പത്രങ്ങളിലൂടെയൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ട് പുറത്തു വന്നു. അതിപ്പോ രഹസ്യരേഖയല്ലല്ലോ, അത് മാധ്യമങ്ങളുടെ കൈവശമൊക്കെ കിട്ടി, ചോർന്നു കിട്ടിയതാണെങ്കിൽ പോലും. അതൊക്കെ കിട്ടിയ സമയത്തും അതിനുശേഷവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ കാറ് കയറ്റിയതോ മറ്റു കാര്യങ്ങളൊന്നും തെറ്റായി ഞാൻ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെന്നുള്ള തോന്നലിലേക്ക് അപ്പൊ അവരെങ്ങനെ അൺഡു ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KJ ജേക്കബ്, ഓരോ വിഷയവും CPM-ന്റെ വിവിധ നേതാക്കൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് മാധ്യമങ്ങൾ അതൊക്കെ വിവാദമാക്കി കടന്നാക്രമിച്ചേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഔചിത്യപൂർവ്വം മറ്റൊരാൾ എന്ന് തീരുമാനിക്കണമായിരുന്നു എന്നാണ്. ഞാനായിരുന്നുവെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ ഞാനാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മുൻകൈ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തെറ്റിപ്പോയി എന്ന് ജനറൽ സെക്രട്ടറി പറയുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങളിലൂടെ. പക്ഷേ ഇതുവരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു, എനിക്കതിൽ റോളില്ല എന്ന് ഉറച്ചു നിൽക്കുകയുമാണ്. ഈ തുറന്നു പറച്ചിലുകളുടെ പർപ്പസ് എന്തായിരിക്കും? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു പ്രോസസ്സാണ് അഭിലാഷ്. നമ്മൾ കണക്കാക്കേണ്ടത് കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് തോറ്റിട്ടുണ്ട്, CPM-ഉം പല പ്രാവശ്യം തെരഞ്ഞെടുപ്പ് തോറ്റിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആകുന്നു. ഒരു മാസം കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട്. സർക്കാർ തെരഞ്ഞെടുപ്പ് തോറ്റതിൻ്റെ അപ്പത്തൊട്ട് തുടങ്ങിയതാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഈ സാധാരണഗതിയിലുള്ള ഒരു വിലയിരുത്തൽ നടക്കില്ല എന്ന് പാർട്ടിയുടെ ഏറ്റവും താഴത്തെ തലത്തിലുള്ള ബ്രാഞ്ച് തുടങ്ങി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വരെ തീരുമാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഈ ചർച്ചയൊക്കെ ഇതിനകം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നേനെ. ഇത് ആദ്യത്തെ സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു അസംഷൻ എടുത്ത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച് ഈ പറയുന്ന പോലെ പതിവ് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതങ്ങ് തീർന്നിട്ടുണ്ടായിരുന്നേനെ. പക്ഷേ ഇപ്പോഴും അതിൻ്റെ അകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച എവിടെ നടക്കും? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചർച്ച ഏറ്റവും താഴെയുള്ള ബ്രാഞ്ചുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ LDF കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDF-ൻ്റെ ഭരണത്തെക്കുറിച്ച് അസസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഒരു സാധാരണ പാർട്ടി അംഗം അയാളുടെ UDF-ൻ്റെ ഭരണമല്ല അയാളുടെ പ്രശ്നം. അയാളുടെ പാർട്ടിയാണ്. ഈ പാർട്ടി ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ നിന്ന നിപ്പിൽ ഒരു പാർട്ടിക്ക് അതിൻ്റെ കാര്യങ്ങൾ ഒറ്റയടിക്ക് പരിഹരിച്ച് ഞങ്ങളെല്ലാം മര്യാദരാമന്മാരായി സുന്ദരക്കുട്ടപ്പന്മാരെ വരുന്നു എന്ന് പറയാൻ സാധ്യമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊരിക്കലും സാധ്യമല്ല. ഇപ്പം നമ്മളൊരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CEO പോകുന്നത് പോലെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ്, കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ പിഴവ് എന്നുള്ളത് ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ പാർട്ടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് ലെനിനിസം പഠിച്ചിട്ടില്ല, പക്ഷേ ലെനിനിസ്റ്റ് സ്ട്രക്ചർ കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ കേന്ദ്രീകൃത ജനാധിപത്യം കൊണ്ടുനടക്കുന്ന പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ ജീവവായു എന്ന് പറയുന്നത് കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ളതാണ്, കൂട്ടായ നേതൃത്വമുള്ളതെന്നുള്ളതാണ്. അത് പോയി എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൊക്കെ കാണേണ്ടത്. അതായത് ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതൊന്നും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതല്ല. വെള്ളാപ്പള്ളി നടേശനോ അതല്ലെങ്കിൽ അയ്യപ്പ സംഘമോ ഒന്നും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതല്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അയ്യപ്പ സംഗമം എന്നുള്ളത് CPM കേരളത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫ്രോഡായിരുന്നു. ആ ഒരു പരിപാടി നടക്കണം എന്നുണ്ടെങ്കിൽ അത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയുമില്ല. അത് ചിലരുടെ മാത്രം തീരുമാനമാക്കാനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ക്വാളിറ്റിയിൽ നിന്ന് CPM ലീഡർഷിപ്പ് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. അതിലേക്ക് തിരിച്ചു വരാൻ കാരണം നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഒരു അസസ്മെൻറ്റ് സമ്മതിക്കാൻ മറ്റ് ഘടകങ്ങൾ തയ്യാറില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ മനുഷ്യന് വരെ ബോധ്യമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താതെ ഈ ചർച്ചകൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചർച്ചകൾ എത്തിക്കഴിഞ്ഞിട്ട് ആ പാർട്ടി എനിക്ക് തോന്നി ഇപ്പോൾ ഒരു എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി അവർ വിളിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രീ രാജീവ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നിപ്പിൽ ഇപ്പം ആളുകൾ മാറണം, രാജിവെച്ച് പോകണം, പോളിസി തിരുത്തണം. ഞാൻ കാണുന്നിടത്തോളം ഇതിൻ്റെ അകത്തെ പ്രശ്നം എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളത് താഴെ തുടങ്ങി ഏറ്റവും മുകളിലുള്ള മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കറിയാവുന്നതുണ്ട്. അവർക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ കൂടി കാര്യങ്ങൾ കാണണം എന്നുള്ള കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഇപ്പം നല്ല ധാരണയുണ്ട്.
ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് മാറണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു അഭംഗിയുണ്ട്. നമ്മൾ കണക്കാക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ വലിയൊരു തെറ്റിദ്ധരുത്തൽ പ്രോസസ്സിൽ കൂടി, ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തെറ്റിദ്ധരുത്തൽ പ്രോസസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പിന്നെ സ്ട്രീം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നാൽ നിങ്ങളൊക്കെ തന്നെയാണ് കുറ്റക്കാർ, ബ്രാഞ്ച് ആളാണ് കുറ്റക്കാർ എന്നുള്ള മട്ടിൽ സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ അസസ്മെൻറ്റിലേക്ക് എത്തി ഇവരൊക്കെ രക്ഷപ്പെടാനാണ് ഈ പരിപാടി നിർത്താനാണ് പ്ലാനെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ആ പ്രോസസ്സ് ഇപ്പോഴും നടന്നിരിക്കുന്നുണ്ട്. വി ഷുഡ് നോട്ട് പ്രീ ജഡ്ജ് ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, അതിൽ ശ്രീ ടി കെ വിനോദൻ, ഈ പി രാജീവിൻ്റെ വാചകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത നിലപാടുകളിലെ തെറ്റിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിനെ അൺഡു ചെയ്യാം. പക്ഷേ ഇത് രാഷ്ട്രീയ നയങ്ങളുടെയും നിലപാടുകളുടെയും പ്രശ്നമായിരുന്നു. അത് അങ്ങനെ ഒരു നിലപാട് എടുത്തുപോയി, അതിനെ അൺഡു ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷെ അതൊരു പാഠമായി ഉൾക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഇത് കേവലം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. 2015 2016 കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കം നടത്തി NDAയോടൊപ്പം ചേർന്ന് അന്നത്തെ ഇടതുമുന്നണി നേതൃത്വത്തെ കടന്നാക്രമിച്ചത്, ഓടി നടന്ന ഹെലികോപ്റ്ററിൽ BJPക്ക് വേണ്ടി പ്രസംഗിച്ചത്, BDJS ഉണ്ടാക്കിയത്. അന്ന് വളരെ ശക്തമായ നിലപാട് LDFന്റെ നേതാക്കൾ സ്വീകരിച്ചു. LDF ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ പക്ഷേ അദ്ദേഹത്തോട് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തു. 2018 നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ട് വെള്ളാപ്പള്ളി നടേശനെ നിയോഗിക്കുന്നത്. നമ്മൾ 2026 നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിച്ചിട്ടുള്ളത് 2026. പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതോടുകൂടിയാണ് ഇത് കൂടുതൽ മോശമായ അവസ്ഥയിലെത്തുന്നത്. ആ ഘട്ടത്തിൽ പോലും തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കുമാരനാശനോട് ചേർത്ത് ഉപമിക്കുക വരെ ചെയ്തു. അപ്പോൾ ഇത് വെറുതെ അബദ്ധം പറ്റിപ്പോയതോ, ഒരു വേള ഏതോ ഒരാലോചനയിൽ കൈവിട്ടു പോയതോ, ഒരു സവിശേഷമായ രാഷ്ട്രീയ സന്ദർഭത്തിൽ എടുത്തിട്ടുള്ള പ്രതികരണമോ ഒന്നല്ല. ഒരു ലോങ് ടേമായി നടത്തിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്സർസൈസ് ആയിരുന്നു. അത് അമ്പേ ശീർഷാസന കാഴ്ചയായി മാറുന്നത് നമ്മളിപ്പോൾ കാണുന്നു. അൺഡു ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പരിതപിക്കുന്നു. ശരിക്ക് എവിടെ നയപരമായ നിൽപ്പിൽ എവിടെ പിഴച്ചുപോയി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇവരുടെ ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നതിനെ വളരെ ഗൗരവത്തോടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒട്ടും ഗൗരവത്തോടെ കാണാൻ കഴിയുന്നില്ല. ഞാൻ മുമ്പ് ബർദ്വാൻ പ്ലീനം, സൽക്കിയ പ്ലീനം, അങ്ങനെ തിരുത്തൽ രേഖകളൊക്കെ വായിക്കാൻ വേണ്ടി കുറേയധികം സമയം കളഞ്ഞ് ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. ഇതുമാത്രം സമയം ഈ തെറ്റുതിരുത്തൽ രേഖകൾക്കൊക്കെ ഉണ്ടാകും. അതേ ഗതി തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ രാജീവ് ഇന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെതിരായി വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണത്തെ വേണ്ട പോലെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു എന്നുകൊണ്ട് അപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന സ്വരത്തിലാണ് പിണറായി വിജയൻ സംസാരിച്ചത്. ഇപ്പം രാജീവ് എന്ത് തന്നെ പറഞ്ഞാലും പിണറായി വിജയനാണ് ഇപ്പോഴും പാർട്ടി. അടിസ്ഥാനപരമായ തെറ്റുകളെ സ്പർശിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. സോവിയറ്റ് യൂണിയൻ്റെയും സോഷ്യലിസ്റ്റ് ചേരിയുടെയും തകർച്ചയ്ക്ക് ശേഷം അതിൽ നിന്ന് എന്തു പാഠമാണ് ഉൾക്കൊണ്ടത് നമ്മളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അന്നും എന്തൊക്കെയോ രേഖകൾ പുറത്തിറക്കി. ശരിക്കും ആ സോവിയറ്റ് യൂണിയൻ്റെയും സോഷ്യലിസ്റ്റ് ചേരിയുടെയും തകർച്ചയ്ക്ക് ശേഷം പഠിച്ച പാഠം എന്താണ്? പശ്ചിമ ബംഗാളിലെ തോൽവിക്ക് ശേഷം പഠിച്ച പാഠം എന്താണ്? ഇതിനെല്ലാം ഒരേ പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായും ഏകകക്ഷി ഭരണം, അവിടെ ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. അങ്ങനെ ഒരു സംവിധാനം. ഇവിടെ ഒരു കേന്ദ്ര ഭരണത്തിന് കീഴിൽ ഒരു ചെറിയ സംസ്ഥാനത്ത് മുന്നണിയിൽ അധികാരത്തിൽ വരികയാണ്. എന്നിട്ട് പോലും ഇത്രയധികം അധികാര പ്രയോഗം നടത്താൻ കഴിയുന്നു. അതായത് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത് ഫലത്തിൽ സെൻട്രലിസം മാത്രമായി മാറുകയും അത് സെക്രട്ടേറിയറ്റിൻ്റെ അല്ലെങ്കിൽ നേതൃഘടകത്തിൻ്റെ ആധിപത്യം എന്നുള്ളത് മാറി സെക്രട്ടറിയുടെ സമ്പൂർണ്ണ ആധിപത്യം എന്ന നിലയിലേക്ക് മാറുന്നതാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കണ്ടത്. കേരളത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരൊറ്റ നേതാവിലേക്ക് ഭരണവും സംഘടനയും ഒരൊറ്റ നേതാവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അത് ആ അടിസ്ഥാനപരമായ തെറ്റ് മനസ്സിലാക്കാനോ അത് ഏറ്റുപറയാനോ ഇപ്പോഴും ആരും തയ്യാറായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ജനാധിപത്യത്തിൻ്റെ ശീലങ്ങൾ സ്വാംശീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അടിച്ചേൽപ്പിക്കലിൻ്റെയും ബലപ്രയോഗത്തിൻ്റേതുമായ രാഷ്ട്രീയം അത് ഒരു ജനതയും അത് വെച്ച് പൊറിപ്പിക്കത്തില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇപ്പോഴും ഈ തെറ്റുതിരുത്തലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും രാജീവ് പ്രധാനമായിട്ടും പറയുന്നത് വലതുപക്ഷ ശക്തികളുടെ ഏകീകരണം ഉണ്ടായി, വേണ്ടതുപോലെ നമുക്ക് പ്രചരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു, അതുപോലെ അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. കാരണം പ്രചരിപ്പിക്കുന്നതിൽ തെറ്റി. അതല്ലാതെ അടിസ്ഥാനപരമായി നമുക്ക് തെറ്റുപറ്റി എന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതുപോലെ ഞാൻ വളരെ കൗതുകത്തോടെ ശ്രദ്ധിച്ച കാര്യം, വലതുപക്ഷ ശക്തികളുടെ ഏകീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം 59 പറയുന്നു. അത് നമ്മുടെ ഭരണം എന്ന് പറയുന്നത് 57-59, 67-69, 80-82, 87-91,
96 2001 2006 ഇങ്ങനെ വരും. അപ്പം 70-77 അച്യുതമേനോൻ ഭരണത്തെ വിലയിരുത്തുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടി തെറ്റ് തിരുത്താൻ തയ്യാറുണ്ടോ? അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ സമീപകാലഘട്ടത്തിൽ കേരളത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തിയ ഒരു ഗവൺമെൻറ്, ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജനാധിപത്യ ക്രമത്തിൽ എങ്ങനെ ഭരിക്കണം എന്ന് കാട്ടിക്കൊടുത്ത ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരായി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ അക്രമ സമരങ്ങൾ അഴിച്ചുവിട്ടതിന് ശേഷം ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തി. ആ തെറ്റ് ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അതുപോലെ കർഷക തൊഴിലാളി ഇല്ലാതായി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ കൃഷിക്ക് എന്താണ് സംഭവിച്ചത്? ആ കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്താണ്? തീർച്ചയായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ തന്നെ കാർഷിക മേഖലയിൽ ഭാഗികമായെങ്കിലും യന്ത്രവൽക്കരണം നടപ്പാക്കാൻ നടത്തിയ ശ്രമം, അച്യുതമേനോൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങൾ, കുട്ടനാട്ടിൽ ട്രാക്ടർ കത്തിച്ചു, അമ്മാതിരി സമരങ്ങൾ. അപ്പം ഭാഗികമായ യന്ത്രവൽക്കരണം പോലും സാധ്യമല്ലാതെ വരികയും പിന്നീട് കൃഷി തന്നെ നഷ്ടത്തിലാവുകയും ചെയ്ത ഘട്ടത്തിലാണ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ 2000 ഈ വെട്ടിനിരത്തിലെന്ന് അറിയപ്പെടുന്ന ആ സമരം നടത്തിയത്. അത് ചെങ്ങന്നൂർ, കുട്ടനാട്, മാവേലിക്കര ഈ 3 താലൂക്കുകളിൽ 1/2 ഏക്കർ, 3/4 ഏക്കർ, 1/4 ഏക്കറൊക്കെ ഭൂമിയുള്ള മനുഷ്യരുടെ ഭൂമി അവർ നിലം നികത്തുന്നത് എന്തുകൊണ്ടാണ്? നെൽകൃഷി നഷ്ടമാകുമ്പോൾ മനുഷ്യർ മറ്റ് കൃഷിയിലേക്ക് തിരിയും. അവിടെ കയറി കവുങ്ങും തെങ്ങും മറ്റേതും വാഴയും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടൊരു സമരം നടത്തി. അങ്ങനെ 3-4 താലൂക്കിൽ ഒതുങ്ങിയാണോ കേരളത്തിലെ കാർഷിക രംഗത്തെ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള സമരം നടത്തേണ്ടത്? ഇപ്പോൾ 2001 തോൽവിയെക്കുറിച്ച് രാജ്യം ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ്. വലതുപക്ഷ ശക്തികളുടെ ഏകീകരണം, അതിനകത്ത് ഈ വെട്ടിനിരത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എപ്പോഴൊക്കെ അതിര് കടന്ന ബലപ്രയോഗവും അടിച്ചമർത്തലിൻ്റെതായ രാഷ്ട്രീയവും മാർക്സിസ്റ്റ് പാർട്ടി പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ടോ ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 70-77 സംഭവിച്ചതാണ്. പിന്നീട് പലപ്പോഴും 2001 തോൽവിയുടെ കാരണം അതാണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മറ്റെല്ലാ തെറ്റുകൾക്കും അപ്പുറം ഞാൻ കാണുന്നത് എതിർക്കാനും വിയോജിക്കാനും പ്രതിഷേധിക്കാനുമുള്ള മനുഷ്യൻ്റെ അവകാശത്തിന് മേൽ നടത്തിയ കടന്നാക്രമണം. അതൊരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഞാൻ കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുണ്ട്. കെ കരുണാകരൻ്റെ മുറിയിൽ, മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മുറിയിൽ ഞങ്ങൾ 12 പേർ, പിന്നീട് വെടിയേറ്റ് മരിച്ച ജയപ്രകാശ് ഉൾപ്പെടെ ഞങ്ങൾ 12 പേർ കരിങ്കൊടിയുമായി കരുണാകരൻ്റെ ഓഫീസ് മുറിക്കുള്ളിൽ പ്രകടനം നടത്തി. ഞങ്ങൾ ഭീകരമായ മർദ്ദനം പ്രതീക്ഷിച്ചാണ് പോയത്. പോലീസ് അടിച്ചില്ല, പോലീസ് പോലും അടിച്ചില്ല. ഞങ്ങളെ വളഞ്ഞു പിടിച്ച് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സബ് ജയിലിൽ അടച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. ഇവിടെ പോലീസ് പോലും അല്ല, വഴിയെ പോയവർ DYFIക്കാരോ മറ്റാരൻ്റെയൊക്കെ വന്നിട്ട് ചെടിച്ചട്ടിയും ഹെൽമെറ്റും വെച്ച് തലയടിച്ച് പൊട്ടിക്കുക, കരിങ്കൊടി കാണിച്ചതിന്. ആരോ ആവട്ടെ, കരിങ്കൊടി കാണിച്ചതിന് ചെടിച്ചട്ടി വെച്ച് തലയടിച്ച് പൊട്ടിക്കുക, എന്നിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക. എന്നിട്ട് പിന്നെ ഇപ്പം ഞാൻ കണ്ടതല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം സത്യമാണെന്ന് അംഗീകരിക്കുക. ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലത്ത് റഷ്യയിൽ സംഭവിച്ചതുപോലെ, ചെഷസ്ക്യൂവിൻ്റെ കാലത്ത് റുമേനിയയിൽ സംഭവിച്ചതുപോലെ, അത് പക്ഷേ ഇതൊരു ജനാധിപത്യ സമ്പ്രദായം, ജനാധിപത്യ വ്യവസ്ഥയാണ്. ഇവിടെ അത് നടക്കത്തില്ല. ഇപ്പം നമുക്ക് ഇത് മനസ്സിലാക്കുന്നതിൽ പറ്റുന്ന ഒരു പെശക് നമുക്ക് ഇപ്പോൾ രാജീവിനെയോ തോമസ് ഐസക്കിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സീതാറാം യെച്ചൂരി, ഞാൻ ഓർക്കുന്നൊരു കാര്യം, റുമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ സൗഹാർദ്ദ പ്രതിനിധികളായി CPMൻ്റെ പ്രതിനിധിയായിട്ട് സീതാറാം യെച്ചൂരിയും CPIയുടെ പ്രതിനിധിയായിട്ട് അന്ന് ന്യൂ ഏജൻ്റ് ആയിരുന്ന പോളി വി പറക്കലും പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പീപ്പിൾസ് ഡെമോക്രസിയും ന്യൂ ഏജും കൃത്യമായിട്ട് വരുന്ന ദിവസം വാങ്ങിക്കുന്ന ശീലമുണ്ട്. ഒരു ദിവസം പീപ്പിൾസ് ഡെമോക്രസി വാങ്ങിക്കുമ്പം അതിനകത്ത് റുമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അതിഭയങ്കരമായ രീതി, എന്താ പറയണ്ടേ, അവിടെ തേനും പാലും ഒഴുകുകയാണെന്നും ചെഷസ്ക്യൂവിൻ്റെ ഭരണത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സീതാറാം യെച്ചൂരിയുടെ ലേഖനം വന്ന് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോമൺ റൂമിൽ നിന്ന് വരുന്ന TV-യിൽ കാണുന്നു ചെഷസ്ക്യൂവിനെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ചെഷസ്ക്യൂ പാവം ധരിച്ചെന്തറിയാം, ഈ പട്ടാളക്കാരെ കൊണ്ട് ചെല്ലുമ്പോൾ പുള്ളിയെ സംരക്ഷിക്കാനാണെന്ന് അദ്ദേഹം ധരിച്ചത്, വെടിവെച്ച് കൊല്ലുന്നു. ഞാൻ പറഞ്ഞത് അന്നേരം അവിടെ പോയി കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അടിസ്ഥാനപരമായ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവാതെ പ്രചരണത്തിലെ തകരാറുകളാണ്, അത് വലതുപക്ഷ ശക്തികളുടെ ഏകീകരണമാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും തെറ്റ്. ഒരു പ്രശ്നം തീർച്ചയായിട്ടും ആ പോയിന്റ് വാലിഡ് ആണ്. എനിക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ പ്രേംകുമാർ എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ ഡോക്ടർ തോമസ് ഐസക് EMSന്റെ ലോകം സെമിനാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരോട് മറ്റുള്ളവർക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം അഴിമതി കാണിക്കില്ല എന്നുള്ളതായിരുന്നു. ആ ശൈലിക്കും വിളക്കം തട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അഴിമതി എന്ന പ്രശ്നം അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നതല്ലേ പിന്നെ നമുക്കും ചെയ്താൽ എന്താ എന്ന ചിന്താഗതി ശക്തിപ്പെട്ടു വരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന അഴിമതിയെ കാണില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമൊന്നുമല്ല, നിരവധി പ്രശ്നങ്ങളുടെ ഒരു
ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ടി നേതാക്കൾ ഉണ്ട്, അതവർ പറയുകയും ചെയ്യുന്നു. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ്. പിണറായി വിജയൻ ഇത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്കറിയാം 2011 ഇടതുമുന്നണി പശ്ചിമബംഗാളിൽ തോക്കുന്ന സമയത്ത് 40-41% വോട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അത് 5% ആയത്. തോറ്റതിന് ശേഷം ഒരു പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിൽ പോലും ബുദ്ധദേവ് ഭട്ടാചാര്യ പങ്കെടുത്തിട്ടില്ല. 2015 വരെ അദ്ദേഹം PB മെമ്പറായിരുന്നു. ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ അദ്ദേഹം ഒരു തരത്തിലും ആ തോൽവി അല്ലെങ്കിൽ ആ പിഴവ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ തോൽവി എന്നുള്ള കാര്യത്തെ അല്ലെങ്കിൽ പിഴവ്, വീഴ്ച, പ്രശ്നം എന്നുള്ള കാര്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ നയിച്ചവർ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അല്ല, അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾ ഇത്രയും സമയം 1.5 മാസം കൊണ്ട് ഉണ്ടാവേണ്ട തരത്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. KJ ചെറുതായിട്ട് അതിനെ തെറ്റി വായിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം തന്നെ ആൾ മാറണം എന്നുള്ളതല്ല. എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ആശയവിനിമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റുകൾ വന്നപ്പോഴോ ഫേസ്ബുക്ക് വന്നപ്പോഴോ തുടങ്ങിയതല്ല. NV തന്നെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും മാർക്സിസം ലെനിനിസം ക്യാപിറ്റൽ, ദാസ് ക്യാപിറ്റൽ വായിച്ച് മനസ്സിലാക്കിയിട്ടല്ലല്ലോ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂടെ ചേരുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും സാമൂഹ്യമായ സുരക്ഷ നൽകാനും ഒക്കെയുള്ള പദ്ധതികൾ നമ്മുടെ കയ്യിലാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അവരോട് ആശയവിനിമയം നടത്തുമ്പോഴാണ്. 50 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 60 വർഷം മുമ്പ് ആൾക്കാരോട് നേരിട്ട് പോയിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഇടപെട്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത് വളരെ കൂടുതൽ വെർച്വൽ സ്പേസിലും സൈബർ സ്പേസിലുമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുക. അവിടെ അപ്പുറത്തുള്ള ആളുകൾ തീവ്ര വലതുപക്ഷത്തായിരുന്നാലും ചെറിയ വലതുപക്ഷത്തുള്ള ആൾക്കാരായിരുന്നാലും അതിഭീകരമായ രീതിയിലുള്ള പ്രോസസ്ഡ് ക്യാമ്പയിനുകൾ ചെയ്യുമ്പോൾ നമ്മൾ മാത്രം അതിൽ വളരെ പഴയതായി പോയെന്നാൽ സ്വാഭാവികമായിട്ടും സത്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക അത്ര വലിയ തെറ്റുകളല്ലാത്ത വലിയ തെറ്റുകളായിട്ടൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയമാണ്. ഈ അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയുടെ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയിൽ ഉണ്ടാവുകയും കോൺഗ്രസ്സുകാർക്ക് അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാനില്ലാതിരിക്കുകയും ചെയ്യുന്ന വയനാട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധനം നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അഴിമതിയെ ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ആത്മഹത്യ ചെയ്ത ഒരു വാർത്തകൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇടതുപക്ഷം അഴിമതി ചെയ്തു എന്നുള്ള ഒരു ഫീൽ എയറിൽ ഉണ്ടാവുന്നതും തോമസ് ഐസക് പോലും സമ്മതിക്കുകയും ചെയ്യുന്നത്. സെക്യുലർ ആയിരിക്കണം തൻ്റെ ഇടതുപക്ഷമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും നിർബന്ധം ഉണ്ടാവും. വെള്ളാപ്പള്ളിയുടെ കൂടെ എന്ന് പറയുമ്പം അതിന് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ജെൻഡർ ഇഷ്യൂസിൽ സ്ത്രീകളുടെ കൂടെ ആവണമെന്ന് നിർബന്ധം ഉണ്ടാവും. പക്ഷേ പല ആളുകളുടെ കേസ് വരുമ്പോഴും മുകേഷിൻ്റെ ആയിരുന്നാലും PT കുഞ്ഞുമുഹമ്മദിൻ്റെ ആയിരുന്നാലും ഡൈല്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവും. കറപ്ഷൻ്റെ നേരത്തെ തന്നെ പറഞ്ഞു. ഒരു ചെറിയ ഒരാൾ വാങ്ങിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ T വാങ്ങിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൺസൾട്ടേഷൻ ഫീയുടെ പ്രശ്നമാണ് ആയിരിക്കാം. 10-20 മന്ത്രിമാരുടെ പേരിൽ ഒരു അഴിമതി ആരോപണം പോലും കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്കും പ്രൂവ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള ഫാക്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതാണ് കൂടുതൽ പ്രസന്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. നെപ്പോട്ടിസം എന്നുള്ളത് ഒരു സെക്രട്ടറിയുടെ ഒരു സീറ്റിലേക്ക് മാത്രമേ ഒരു ഭാര്യ സ്ഥാനാർത്ഥിയായിരുന്നുള്ളൂ എങ്കിൽ പോലും അത് ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതും എത്രത്തോളം ഭീകരമായിട്ടാണ് അത് നിഷ്പക്ഷമെന്ന് പറയുന്ന മീഡിയയും അപ്പുറത്തുള്ള വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള മീഡിയയും കൂടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് P രാജീവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയും ഇഷ്ടം പോലെയുള്ള ആളുകളുള്ളതുകൊണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന 2 പ്രതിസന്ധികൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ P രാജീവും തോമസ് ഐസക്കും ഒക്കെ പറയുന്നു, കുറെ ആളുകൾ കേൾക്കുന്നു എന്നല്ലാതെ ഇതിന് വേണ്ട രീതിയിലുള്ള തിരുത്തലുകൾ സ്വയം വരുത്താനുള്ള ഒരു റെഡിനെസ് മനസ്സിൻ്റെ മാത്രമല്ല. ഇപ്പം എൻ്റെ പ്രായം വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട്. അഭിലാഷിന്റെ പ്രായം വെച്ചിട്ട് അഭിലാഷിന് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു 20 വയസ്സുകാരൻ 25 വയസ്സുകാരൻ എന്താ പറയാ ഒരു നെറ്റിസൺ ഈ ലോകത്ത് പിറന്നു വീണ ഇന്റർനെറ്റിന്റെ ലോകത്ത് പിറന്നു വീണ ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾ അംഗീകരിക്കാനും അത്തരത്തിൽ മാറാനും മാറിക്കൊടുക്കാനും ഇവരാരും തയ്യാറാവുമോ എന്നുള്ള കാര്യത്തിലാണ്. ഇവർക്ക് മാറാൻ പറ്റുന്നതിന് വലിയൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ഒരാളെ അങ്ങോട്ട് എടുത്തു മാറ്റുക എന്നുള്ളതല്ല, അങ്ങനെ നവീകരിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. സോഫാർ അങ്ങനെയുള്ള സൂചനകളൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരു അധ്യാപകനാണ്, ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയാൽ ആ മാഷ് തന്നെ എന്താണ് മനസ്സിലാവാത്തത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ, ഞാൻ മാറിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ
ഇദ്ദേഹം മാറും, അദ്ദേഹത്തിന്റെ രീതിയോ ശൈലിയോ അദ്ദേഹമോ തന്നെയോ മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ കുട്ടികൾ തുറന്നു പറയുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ പറയില്ല, സാരല്ല മാഷ അങ്ങനെ തന്നെ പോയിക്കോളൂ എന്ന് പറയും. അവർ പുറത്തു പോയിട്ട് പറയുകയും ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്നുള്ളതിന്റെ അകത്ത് ഇപ്പൊ NV ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തിക്കുന്ന ആളുകൾ ഈ ക്ലാസിക്കൽ മാർക്സിസ്റ്റ് തിയറി പ്രകാരം തൊഴിലാളികൾ ഇല്ല മെമ്പർഷിപ്പിൽ, പിന്നെ അധസ്ഥിതരായിട്ടുള്ള ആളുകൾ ഇല്ല, വർഗ വിഭജനം അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ വല്ലാണ്ട് മാറിയിട്ടുണ്ടെന്നേ. മധ്യവർഗം എന്നുള്ളത് കേരളത്തിൽ എമേർജിംഗ് മിഡിൽ ക്ലാസ്, രാജീവ് പറയുന്ന അത് വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ എന്താ പറയുക പോപ്പുലേസായി മാറിയിട്ടുണ്ട്. അപ്പൊ പഴയ 60 or 100 വർഷം മുമ്പത്തെ അതേ സ്ട്രക്ചറിൽ തന്നെ ഇത് മാറണം, അങ്ങനെ മാറണം എന്ന് വാശി പിടിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ തളിപ്പറമ്പിലായിരുന്നാലും പയ്യന്നൂരായിരുന്നാലും ഒക്കെ ധർമ്മടത്തായിരുന്നാൽ പോലും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുള്ള പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ പോലും കൊടുക്കുന്ന ഒരു സന്ദേശം ഇതിനെ എങ്ങോട്ട് മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു ബാലൻസിലേക്ക് പിടിക്കാൻ പറ്റിയാൽ മാത്രമേ ഇതിനൊരു ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ തർക്കങ്ങൾ KJ ഇപ്പൊ പറഞ്ഞ 1.5 മാസമായിട്ട് നടക്കുന്ന ചർച്ചകൾ 1.5 കൊല്ലമോ 2.5 കൊല്ലമായിട്ട് ഇങ്ങനെ നീണ്ടു പോവാനാണ് സാധ്യത എന്നുള്ളത്. ഇത് രണ്ടും കൂടി ഉൾക്കൊണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു 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 വില്ലിങ്നെസ്സും ഒരു റെഡിനെസ്സും പാർട്ടിക്ക് ഉണ്ടാവും എന്ന് ഞാൻ, കാരണം നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഇടതുപക്ഷമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷിച്ച് തന്നെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സോഫാർ അതിന്റെ സയൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്റെ കുഴപ്പവുമായിരിക്കാം. തീർച്ചയായും അവിടെ ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ ഇടതുപക്ഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് പാർലമെന്ററി സ്ഥാനങ്ങളിൽ എത്താനുള്ള വഴി എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്, സാമൂഹികമായ വശങ്ങളുണ്ട്. ഇടതുപക്ഷം ദുർബലമായിടത്തൊന്നും അതിന് തിരിച്ചുവരവ് സാധിച്ചിട്ടില്ല എന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാളിൽ 15 കൊല്ലം മുമ്പ് തോറ്റുപോയി ഇടതുപക്ഷം. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് BJP ആണ്. ത്രിപുരയിൽ 2018 തോറ്റുപോയി, റീപ്ലേസ് ചെയ്യപ്പെട്ടത് BJP യാലാണ്. കേരളം എന്ന് പറയുന്നത് സൊസൈറ്റിക്കും ആ സൊസൈറ്റിയുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. പക്ഷേ വലതുപക്ഷവൽക്കരണം കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ CPM എന്ന പാർട്ടി, അതുപോലെ തന്നെ CPI അടക്കമുള്ള മറ്റു പാർട്ടികൾ അവരുടെ പോരായ്മകൾ അഡ്രസ്സ് ചെയ്ത് തിരുത്തുക എന്നുള്ളതിനപ്പുറത്ത് ഈ സ്പേസ് വിട്ടുകൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രമായി അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതങ്ങ് തകർന്നു പൊക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അഭിലാഷ്, ആദ്യമേ ഞാൻ പറയട്ടെ, ഇതുപോലുള്ള ചർച്ചകളിലൊക്കെ ഞാൻ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയായിട്ടാണ് ആ പ്രശ്നം തന്നെയാണ് അഭിലാഷ് ഇപ്പോൾ ഉന്നയിച്ചത്. ഞാൻ ഒരിക്കലും നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർന്നു പോകണമെന്നോ ആ സ്പേസിലേക്ക് അങ്ങനെ ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വലിയ തോതിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് വസ്തുനിഷ്ഠമായിട്ടാണ്. ഞാൻ അതിലെ വ്യക്തികളെ ഒന്നും എടുത്തിട്ട് പറയല്ല, വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ ഈ പാർട്ടിയുടെ ഘടനയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട്, അതിൻ്റെ കേഡർമാരുടെ അവസ്ഥ, ഇതൊക്കെ വെച്ചിട്ട് വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായി ഈ പാർട്ടി തിരോഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണാനുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ആ സ്പേസിലേക്ക് കടന്നു വരിക BJP ആയിരിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതിനെ സ്റ്റീം റോളർ ചെയ്ത് കളയണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരാഴ്ച കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നോ കരുതുന്ന ഒരാളല്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് മാർക്സ് നടത്തിയിട്ടുള്ള വിശകലനം, അദ്ദേഹത്തിൻ്റെ വർഗ വിശകലനം, അതുപോലെ തന്നെ എന്താണ് പറയുക മുതലാളിത്തത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സമൂഹം മാറുന്നതിൻ്റെ ചിത്രം, അതിലൊക്കെ തൊഴിലാളി വർഗത്തിൻ്റെ പങ്ക്, ഇതിനെക്കുറിച്ചൊക്കെ ആ അവസ്ഥയിൽ ആ ക്ലാസിക്കൽ സ്വഭാവത്തിൽ ലോകം നിൽക്കുമെന്ന് വിവരിക്കുന്നത് മതപരമായൊരു ചിന്തയാണ്. ഖുറാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലോ പറയുന്ന ഒരു കാര്യമാണ്. മാർക്സിസ്റ്റുകാർ അങ്ങനത്തോരല്ല. അതായത് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത്, ലോകത്ത് സംഭവിച്ചിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് മാർക്സിസത്തെ നവീകരിക്കുന്നതിന്, മാർക്സിസ്റ്റ് നിലപാടുകളെ നവീകരിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോന്നിനെയും പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എനിക്കത് അവതരിപ്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ കുറച്ച് സമയം കിട്ടിയാൽ അത് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള എന്തെങ്കിലും ആലോചന നമ്മുടെ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ കേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കേണ്ട ഒന്നാണെന്ന് മാർക്സിസ്റ്റ് ആചാര്യന്മാരൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ലെനിൻ്റെ കാലത്ത് റോസാ ലുക്സംബർഗുമായി നടത്തുന്ന വലിയ സംവാദമുണ്ട്. അന്ന് ലെനിൻ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധകാലത്തേക്ക്, ഒരു അതിജീവനത്തിൻ്റെ യുദ്ധകാലത്തേക്ക് മാത്രമാണ് ഇത്തരമൊരു പരിപാടി മുന്നോട്ട് വെക്കുന്നത്. ക്ഷമിക്കണം, അത് സ്വാഭാവികമായി ഈ പരിസ്ഥിതി മാറ്റം വരുമ്പോൾ നമ്മളതിനെ മാറ്റണം എന്നാണ് ലെനിൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? ലെനിൻ്റെ കാലത്തിന് ശേഷം സ്റ്റാലിൻ ഒരിടത്തും അത് മാറ്റിയില്ല.
ലോകത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നടത്തിയില്ല. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടാതെ പിന്തുടരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ അത് കേന്ദ്രീകൃത ജനാധിപത്യത്വമാണ്. അതായത് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഏകപക്ഷീയമായി, നേരത്തെ വിനോദ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായ മാറ്റം വേണം. ജനാധിപത്യവൽക്കരണം വലിയ തോതിൽ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാജീവിൻ്റെ തുറന്നു പറയലിനെ കുറിച്ച് സംസാരിച്ചു. രാജീവ് ഒക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാജീവ് ഈ മൂല്യങ്ങളുടെ ഭാഗമായിട്ട് ജീവിക്കുന്നുണ്ടോ? അതിന് തിരുത്താൻ പറയാൻ എന്ത് അവകാശമാണുള്ളത്? കേരളത്തിൽ വലിയ തോതിൽ എന്താണ് പറയുക, സ്വകാര്യ വിദ്യാഭ്യാസത്തിനും അൺഎയ്ഡഡ് വിദ്യാഭ്യാസത്തിനെതിരായി സമരം നടക്കുമ്പോൾ സ്വന്തം മക്കളെ വിദേശത്ത് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡറാണ്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് എന്നൊരു പക്ഷേ ഇതിൻ്റെ കെട്ടിലും മട്ടിലും ഒരാൾ അംഗീകരിച്ചേക്കാം എന്നതിനോട്ട് അപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ മൂല്യസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഒത്തുപോകുമോ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട, ഈ വിശ്വാസ്യത ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഇപ്പോൾ പിണറായി വിജയനെ മുമ്പിൽ നിർത്തിയിട്ട് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും അംഗീകരിക്കുമോ? നേരത്തെ പ്രേംകുമാർ പറഞ്ഞ പോലെ ചെറിയ അഴിമതിയൊന്നും അല്ലട്ടോ ഇതിനകത്തെ പ്രശ്നം, ചെറിയ അഴിമതിയൊന്നുമല്ല. ഏതാണ്ട് 280 കോടി രൂപയാണ് CMRLയുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തത്. 280 കോടി രൂപ. ആ 280 കോടിയിൽ ദ മേജർ പോർഷൻ വാസ് ഗിവൺ ടു PV എന്നാണ് അതിനകത്ത് എഴുതി വെച്ചത്. പിണറായി വിജയൻ ചോദിക്കുന്നത് അങ്ങനെ എത്ര PVമാരുണ്ടാവുന്നതാണ്. അങ്ങനെ എത്ര PVമാരുണ്ടാവട്ടെ, പക്ഷേ CPMന്റെ സെൻട്രൽ കമ്മിറ്റി ഇങ്ങനെ ഒരു ആക്ഷേപ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു, നാട്ടിലാകെ വലിയ ചർച്ച നടക്കുന്നു. അതിന്റെ ഭാഗമായി ഈ പ്രശ്നം പരിശോധിച്ച് പിണറായി വിജയനകത്ത് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി അത്തരത്തിലൊരു പരിശോധന അതായത് ഈ പാർട്ടിയുടെയൊക്കെ എത്രയോ മേലെ വളർന്നു നിന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ കാര്യങ്ങളോ നടത്താതെ ഇതിന് മേലെ ആധിപത്യം സ്ഥാപിച്ച് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയുന്ന സ്വരൂപങ്ങളായിട്ട് ഇവർ മാറുമ്പോൾ പിന്നെ എന്ത് തിരുത്തൽ നടക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെയാണ് പ്രശ്നം. ഏറ്റവും അടിയന്തരമായി നമുക്ക് വേണ്ടത്, ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയേണ്ടത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ കഴിയുക, അതിനാവശ്യമായ തിരുത്തലുകൾ അടിയന്തരമായി ഉണ്ടാവുന്നതിന് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ ഒന്നിച്ച് അണിനിരക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ തർക്കങ്ങളും ചർച്ചകളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഈ പാർട്ടി അതിജീവിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഓരോരുത്തരെയും നമ്മൾ പറയുന്നത്, നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു 4ാം ലോകവാദത്തിന്റെ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വലിയ പ്രശ്നമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുപക്ഷെ ഇന്നത്തെ രൂപത്തിലേക്ക് അത് ഒരു എന്താണ് പറയുക, ഒരു വർഗരഹിത സംവിധാനമായിട്ട് ഒരു മാറ്റി തീർക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. നമ്മൾ ജനകീയ ജനാധിപത്യ ജനകീയ ആസൂത്രണ പ്രസ്ഥാനമൊക്കെ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട്, പരിശോധിക്കപ്പെട്ടില്ലെന്ന്. അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ 100 തൊട്ട് ഇന്നയാള് സാമ്രാജ്യത്വവാദി അങ്ങനെ ആ നിലയിലുള്ള കാര്യങ്ങൾ വേണ്ട. അതായത് ഈ എല്ലാ കൊള്ളരുതായ്മകളെയും സംരക്ഷിച്ച് മൂടി വെച്ച് തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ടായി. അതിനെ ചെറുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തീർച്ചയായും അതിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനെങ്കിൽ ഉള്ളത്, ഒന്ന് ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ് അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പ് അനുസരിച്ച് CMRLന്റെ മൊത്തം 130 കോടി രൂപയുടെ പേയ്മെന്റ്സ് ആണ് അന്വേഷിക്കപ്പെടുന്നത്. അതിൽ 2.8 കോടി, അതായത് 2,80,00,000 രൂപയാണ് വീണ തൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്സ്. ബാക്കി മറ്റ് ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് നേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പേയ്മെന്റ്സ് ആണ്. ഞാൻ അതിന്റെ ഒഫീഷ്യൽ റെക്കോർഡ് പറഞ്ഞതേ ഉള്ളൂ. ഈ 2,80,00,000 എന്നുള്ളത് ചെറിയ തുകയാണ് എന്ന അർത്ഥത്തിലുമല്ല. ശ്രീ KJ ജേക്കബ്, അഭിലാഷ്, അതിനുശേഷം SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ല, ഞാൻ അതെല്ലാം കൂടി ചേർത്ത് ഏറ്റവും ഒടുവിൽ ഈ വീണ വിജയന്റെ റെയ്ഡിനൊക്കെ ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പ്, അതാണൊരു ഒഫീഷ്യൽ രേഖയായിട്ട് നമുക്ക് കോട്ട് ചെയ്യാൻ കഴിയുന്നത് അതാണല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയാണ് പറഞ്ഞത്. നമ്മുടെ അതൊരു തർക്കവിഷയമായിട്ട് ഞാൻ ഉന്നയിച്ചല്ല, കണക്കുകൾ പറയുമ്പോൾ അത് ആ നിലയ്ക്ക് അങ്ങനെ കൃത്യമായി പറഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മളതിനെ ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ചാണ് ഞാൻ സംസാരിച്ചത്, അത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. ഇവിടെ ശ്രീ KJ ജേക്കബ്, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തോമസ് ഐസക്ക് അതല്ലെങ്കിൽ P രാജീവ് ഒക്കെ ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഇതാണ്, പക്ഷേ ഇതാ ഈ നിലയ്ക്കൊക്കെയുള്ള വീഴ്ചകൾ വന്നുപോയി എന്ന് പറയുന്നു. നെപ്പോട്ടിസം സംബന്ധിച്ച്, അഴിമതി സംബന്ധിച്ച്, മറ്റനേകം വിഷയങ്ങൾ സംബന്ധിച്ച്, വർഗീയതയോടുള്ള നിലപാട് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. അതിനോട് ജനങ്ങൾ പ്രതികരിച്ചു, അതിനെ തിരുത്തണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ഒരു പുതിയ കാലത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. കാലം മുന്നോട്ട് പോവുകയാണ്, ഒരുപാട് ഡിസ്റപ്ഷൻസ്
നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ തന്നെ, പൊളിറ്റിക്കൽ എക്കോ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഒരു പാർട്ടി സർവൈവ് ചെയ്യണമെന്നുമില്ല. അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് CPM-ന്റെ തിരുത്തൽ എവിടെ ഊന്നേണ്ടതാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? എൻ്റെ ഒരു തോന്നൽ, ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അധികാരം അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാരത്തിൻ്റെ പ്രോഡക്റ്റ് അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസിയുടെ പ്രോഡക്റ്റാണ്, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രോഡക്റ്റാണ് അധികാരം എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ ഇപ്പം മറ്റേ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഗുണം ചെയ്താൽ, വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജനങ്ങളുടെ പിന്തുണ കിട്ടും എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ധാരണ. അതിൻ്റെ അകത്ത് മറ്റു പ്രശ്നങ്ങളും നാച്ചുറലായിട്ട് വരും. പക്ഷേ അതുകൊണ്ടല്ല മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. മനുഷ്യർ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അതിൻ്റെ പോളിസിയോടാണ് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ 6 വരി പാതയിലൂടെ ഒരു 4 പ്രാവശ്യം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിൻ്റെ പുതുമ മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് പാർട്ട് ഓഫ് എൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറി. പക്ഷേ പാർട്ടിയുടെ പോളിസി അതല്ല. പാർട്ടിയുടെ പോളിസിയോടാണ് ഞാൻ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പോളിസിയോടാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ സാധാരണ മനുഷ്യർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും അടിസ്ഥാനപരമായി അതിൻ്റെ സെക്യുലർ പ്ലാറ്റ്ഫോം അത് CPM കൈയൊഴിഞ്ഞു എന്ന് വലിയൊരു വിഭാഗം മനുഷ്യർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണമായിട്ട് ചില കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എൻ്റെ പരിമിതമായ അറിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വം എന്നുള്ള സങ്കല്പമേ മാറിപ്പോയി. ഇപ്പോൾ തളിപ്പറമ്പിലെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ കാര്യമായ തുടങ്ങി ശ്രീ പിണറായി വിജയൻ വീണ്ടും എക്സംഷൻസ് വാങ്ങുന്നു, അദ്ദേഹം വീണ്ടും അധികാരത്തിൻ്റെ ഭാഗമായി തുടരുന്നു എന്ന് പറയുമ്പം അത് കൂട്ടായ നേതൃത്വത്തിൻ്റെ അഭാവമാണ് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനോട് തന്നെ നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രവർത്തകരോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി കൂട്ടായ നേതൃത്വം എന്നുള്ള, കാരണം ഓരോ കമ്മിറ്റിയിലും ഇരിക്കുന്ന ഓരോ മനുഷ്യനും അവിടെ ഇരിക്കുന്നത് അവരുടെ വളരെ കാലത്തെ പ്രവർത്തനത്തിന് ശേഷമാണ്. ഇപ്പം നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അംഗമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഉയർന്ന സമിതികളിൽ ഇരിക്കുന്ന മനുഷ്യർ നമുക്കറിയാവുന്ന മനുഷ്യരാണ്. അവരൊക്കെ എത്രയോ കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് ഓരോ കമ്മിറ്റികളിൽ അംഗമാകുന്നത്. അവരുടെ അഭിപ്രായം പറയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മേൽ മറ്റഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് മനുഷ്യർ അംഗീകരിക്കില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം കാര്യങ്ങൾ അംഗീകരിക്കില്ല. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെൻട്രലിസം അല്ലാതെ സെൻട്രലിസം മാത്രമായിട്ട് ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് CPM തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ വാർത്തകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരു റിപ്പോർട്ടും ഒരു കമ്മിറ്റിയും ഇതുവരെ പരിപൂർണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പഴയ സമ്പ്രദായമായിരുന്നെങ്കിൽ ഇതിനകം ഈ പരിപാടി അവർ മടക്കി തീർത്തിട്ടുണ്ടായേനെ. ഇപ്പോഴും ഓരോ നേതാവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതിലാണ് എൻ്റെ പ്രതീക്ഷ. ഇത് അവസാനം സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം ഇതിനെക്കുറിച്ച് എടുക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ ഞാൻ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് പറയും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പയ്യന്നൂർ പോയിട്ട് അവിടുത്തെ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ പോയിരിക്കാൻ അവർ പറഞ്ഞു തരും. വളരെ എളുപ്പം പള്ളി നോക്കി മതം നോക്കി വോട്ട് ചെയ്തു എന്ന് പറയുന്ന നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറി. അതിൻ്റെ അനാലിറ്റിക്കൽ ടൂളുകൾ എന്ത് ദയനീയമായ അവസ്ഥയാണ് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഞെട്ടിപ്പോയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെയാണ് BJPക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു വർത്തമാനം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CPM-ൻ്റെ 50,000 വോട്ടിന് CPM ജയിച്ച നിയോജക മണ്ഡലത്തിൽ CPM പൊളിഞ്ഞപ്പോൾ അവിടെ BJPക്കല്ല വോട്ട് കിട്ടിയത്. അതുകൊണ്ട് എനിക്കത്രയും പേടിയില്ല. കേരളം മതനിരപേക്ഷമായി നിൽക്കുന്നത് CPM-നെ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സെക്യുലറായിട്ട് നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിന് അടിസ്ഥാനപരമായിട്ടൊരു സെക്യുലർ ക്യാരക്ടറുണ്ട്. CPM-നാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഈ സെക്യുലർ ക്യാരക്ടറിനൊപ്പം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് CPM-ന് തീരുമാനിക്കാം. ആ തീരുമാനം CPM അങ്ങ് ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മതനിരപേക്ഷത മുഴുവൻ ഒലിച്ചു പോകുന്നതിനുള്ള ഒരു ഭയവും എനിക്കില്ല. അവിടെ BJP വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള കോംപ്രമൈസുകൾ വരുത്തിയാൽ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിലും
ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പം BJP ഒരു ഫാക്ടറായി കേരളത്തിൽ വന്നിട്ടുണ്ട്. BJPക്ക് അത് മുഴുവൻ അപ്പീസ്മെൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഭൂരിപക്ഷ ജനവിഭാഗത്തെ കൂടെ നിർത്തുകയും അങ്ങനെ കൂടെ നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് സെക്യുലറായിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ള വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം സ്വയവും നാട്ടുകാർക്കും കൊടുത്തുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വലിയൊരു ടാസ്ക്കാണ് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു. ആദ്യത്തെ 20 വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 37 തുടങ്ങി 57 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിച്ചോ ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടി വരും. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കേരളം ഒലിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അതല്ല നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം. അത് മനുഷ്യർ അംഗീകരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തിടത്ത് BJP അല്ല വന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്രാവശ്യം 102 സീറ്റ് UDFന് കിട്ടിയപ്പോൾ നമ്മളതിനകത്ത് കാണേണ്ടത് ഇത് BJPക്കല്ല. BJPക്ക് വോട്ട് കിട്ടാൻ കാരണങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയല്ല. പക്ഷേ കേരളമാകെ ഒലിച്ചു പോകും എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. CPMന് തീരുമാനിക്കാം. നമ്മളൊരു ഇവിടുത്തെ സെക്യുലർ ഡെമോക്രാറ്റിക് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി മുമ്പോട്ട് പോകണോ വേണ്ടോ എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ശരി, തീർച്ചയായിട്ടും ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ TK വിനോദൻ, തെറ്റുതിരുത്തുക എന്നതുപോലെ വിശ്വാസം വീണ്ടെടുക്കലും വളരെ പ്രധാനമാണല്ലോ. CSDSന്റെ കണക്കനുസരിച്ച് 2021 തെരഞ്ഞെടുപ്പിലാണ് LDFന് കേരളത്തിൽ ഏറ്റവും അധികം ന്യൂനപക്ഷ പിന്തുണ, 2 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഏറ്റവും അധികം കൂടുതൽ % വോട്ടുകൾ ലഭിച്ചത്. 40% മുകളിൽ മുസ്ലിം ക്രിസ്ത്യൻ പിന്തുണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ. വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായി. ഈ 5 കൊല്ലം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ന്യൂനപക്ഷ ജനസമൂഹങ്ങൾക്കിടയിലും അതുപോലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും വന്നിട്ടുള്ള ഈ ട്രസ്റ്റ് ഡെഫിസിറ്റിനെ അഡ്രസ്സ് ചെയ്യുക, അതിനെ മാറ്റുക, വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല അകന്നുപോയത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾക്ക് ഉണ്ടായ വലിയ അകൽച്ച. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണമെന്നും ശക്തിപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കേരളം ഒരു രാജ്യമല്ലല്ലോ. നമ്മുടെ ഇന്ത്യ മൊത്തത്തിലെടുത്താൽ പിന്നെ ശേഷമുള്ള കാലം നോക്കിയാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നതാണ് കാണാവുന്നത്. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാർക്സിസ്റ്റ് പാർട്ടി വലിയ ശക്തിയായിരുന്നു. CPI ആവട്ടെ ബീഹാറിൽ, ആന്ധ്രയിൽ, ഉത്തർപ്രദേശിൽ, വിശേഷിച്ച് കിഴക്കൻ ഉത്തർപ്രദേശിൽ, പഞ്ചാബിൽ, ഒറീസയിൽ, അങ്ങനെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും വലിയ രാഷ്ട്രീയ ശക്തിയായിരുന്നു. അതിൻ്റെ ട്രേഡ് യൂണിയൻ, ബൗദ്ധിക സാംസ്കാരിക മേഖലയിലുണ്ടായിരുന്ന മേൽക്കോയ്മ. ഇന്നത്തെ അവസ്ഥ എന്താണ്? താഴോട്ട് വന്നിട്ട് ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോവുകയാണ്. ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ അവരുടെ കൂടെ നിൽക്കേണ്ട അടിസ്ഥാന ശക്തികൾ ഏതാണെന്ന് തിരിച്ചറിയുന്നതിൽ പറ്റിയ പിശക്. നേരത്തെ സ്വത്വ രാഷ്ട്രീയത്തെക്കുറിച്ചും സ്വത്വബോധത്തെക്കുറിച്ചും ഒക്കെ തോമസ് ഐസക്കും P. രാജീവും സംസാരിക്കുന്നത് കേട്ടു. അത് എനിക്ക് തോന്നുന്നു അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതല്ലാത്ത ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഭാഷയിലുമാണ് P. രാജീവൊക്കെ അത് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ദളിത് ജനവിഭാഗം, ജാതിയും വർഗവും തമ്മിലുള്ള ബന്ധം, ജാതിയുടെ പ്രാധാന്യം ഇന്ത്യയിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദളിത് ജനവിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയായി മാറേണ്ട ജനവിഭാഗങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടൊപ്പം ഉണ്ടോ? ഒരു കാര്യം എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളത് ഒരു കാര്യം എന്ന് വെച്ചാൽ, പുതിയ വിദ്യാർത്ഥികൾ ASFും SFIക്കാരും ഒക്കെ എവിടെയും മുദ്രാവാക്യം വിളിക്കുമ്പം ലെനിനും മാർക്സിനുമല്ല ജയ് ഭീം എന്ന മുദ്രാവാക്യം അറിഞ്ഞോ അറിയാതെയോ അവർ വിളിക്കുന്നത്. അപ്പം അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തോടുള്ള സമീപനം എന്താണ്? ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്സിനെയും അംബേദ്കറെയും സമന്വയിക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വികസിച്ചു വരുമെന്നും അതിൽ ജനാധിപത്യപരമായ ഉള്ളടക്കം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കുണ്ടാകും എന്ന് കരുതാൻ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഈ ജാതി എന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ജനസംഖ്യാനുപാതികമായിട്ടാണെങ്കിൽ തന്നെ ദളിത് ജനവിഭാഗങ്ങൾക്ക് 2 മന്ത്രിമാർ വേണ്ട സ്ഥലത്ത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരാളാണ് ഉണ്ടായിരുന്നത്. അതും K. രാധാകൃഷ്ണൻ MP ആയി പോയതിന് ശേഷം SC വിഭാഗത്തിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ദളിത് വിദ്യാഭ്യാസ മേഖലയെ നോക്കണം. ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ദളിതർക്ക് പ്രാതിനിധ്യമുണ്ടോ? അവർക്ക് ഉദ്യോഗസ്ഥരുണ്ടോ? അവർ സംരംഭകത്വം, ഏതെങ്കിലും ഒരു കോളേജോ സ്കൂളോ ദളിത് ജനവിഭാഗങ്ങൾക്കുണ്ടോ? അത്തരം പ്രശ്നങ്ങൾ കാണാതെ എന്നിട്ട് ദളിതർ അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ആ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് പോരാടേണ്ട, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ പോരാട്ടമാണിത്. ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്നുള്ളതാണ് പറയുന്നത് പലതും. ഞങ്ങൾ നിങ്ങളെ കൈപിടിച്ചുയർത്തി, നമ്പൂതിരിപ്പാട് താഴോട്ട് വന്നിട്ട് കൈപിടിച്ച് മേളോട്ട് പൊക്കിയതാണ് പറയുന്നത്. ആ സമീപനം അവസാനിപ്പിച്ചിട്ട് ഇവരെ ആരെയും നമ്പൂതിരിപ്പാടിനെയോ അല്ല വേറൊരാളെയോ ഈ ജനവിഭാഗങ്ങൾ പൊക്കാൻ നിയോഗിച്ചിട്ടില്ലെന്നും
അവർ നടത്തിയ സമരങ്ങളിലൂടെ ദളിതർ, മത്സ്യത്തൊഴിലാളികൾ, അധസ്ഥിത ജനവിഭാഗങ്ങൾ കേരളത്തിൽ നടത്തിയ സമരങ്ങളിലൂടെയാണ് കേരളം മാറിയതെന്നും ഇടതുപക്ഷം കേരളത്തിൽ വളർന്നതെന്നും അതിൻ്റെ ഭാഗമായിട്ട് നമ്പൂതിരിപ്പാടും അതുപോലുള്ളവരും ഒക്കെ അതിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളതും അവരുടെ പെശകാണ് ശരിക്കും പറയാൻ നേതൃത്വത്തിൽ വന്നവരുടെ പെശകാണ് ശരിക്കും കേരളത്തിലെ ഇടതുപക്ഷത്തിനെ വഴിതെറ്റിച്ചതെന്ന് ശരി, തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഇൻട്രോസ്പെക്ഷൻസ് ആവശ്യമുണ്ട്. എങ്ങനെ തിരിച്ച് മുന്നോട്ട് പോകും ഇടതുപക്ഷം, വിശിഷ്യ CPM എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.